ദേ ഇതുപോലെ മണിക്കൂറുകളോളം കഴുത്ത് കുനിച്ചു വെച്ച് ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടും വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഒട്ടും താമസിയാതെ തോളല് വേദനയായിട്ടും കഴുത്ത് വേദനയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. ഞാനും കഴിഞ്ഞ ഒരു വർഷം, അതായത് 2025 ഈ ഒരു നെക്ക് പെയിനുമായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട ആളാണ്. എന്റെ വീഡിയോസ് റെഗുലർ ആയിട്ട് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ ആ സമയത്തൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നെക്ക് പെയിൻ ആണ്, അതുകൊണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മണിക്കൂറുകളോളം ഫോൺ നോക്കിയേ പറ്റുള്ളൂ. കാരണം എന്റെ വർക്ക് മൊത്തം നടക്കുന്നത് ഫോണിലാണ്. ഞാൻ കമ്പ്യൂട്ടർ വെച്ചിട്ടോ ടാബ് വെച്ചിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ, അതായത് ക്ലയൻസുമായിട്ട് സംസാരിക്കാൻ വാട്സപ്പാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ വാട്സപ്പ് ത്രൂ എനിക്ക് സംസാരിക്കാനും ഒക്കെ എനിക്ക് എപ്പോഴും ഫോണാണ് എനിക്ക് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ വർക്ക് ഫ്ലോ അതിനകത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഓവറോൾ എന്താ പറയുക, ഒരുപാട് മണിക്കൂറുകൾ ചിലപ്പോൾ എനിക്ക് ഫോണിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ പോസ്റ്റർ എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത് കിടക്കുന്നതെന്നൊന്നും നമ്മൾ ചിലപ്പോൾ ചെക്ക് ചെയ്യില്ല. ഇതേപോലെയുള്ള ഒത്തിരി പേരുണ്ടാവും. ഇതിപ്പോൾ ഫോൺ നോക്കുന്ന മാത്രമല്ല, നമ്മളിപ്പോൾ ടാബിലേക്ക് ഈ രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിലും, നമ്മുടെ ഐ ലെവലിലല്ലാതെ നോക്കുമ്പോഴും, നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ ഐ ലെവലിലല്ലാതെ നമ്മൾ സെറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു നെക്ക് പെയിൻ. നെക്ക് പെയിൻ മാത്രമല്ല, നമ്മുടെ ഈ ഒരു തോളലിലും രണ്ട് സൈഡിലും വേദന വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് വന്നത് ഈ ഒരു തോളലിലും നെക്കിലും ആയിരുന്നു. ഇതല്ലാതെ തന്നെ ടീനേജേഴ്സിലും ഒക്കെ തന്നെ ഇതിപ്പോ കണ്ടുവരാറുണ്ട്. കാരണം നമ്മൾ ഫുൾ ടൈം റീൽസ് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പം വേറൊരു വേൾഡിലാണ്. ആ വേൾഡിൽ നിന്ന് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ വേദനകളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. തലവേദനയാണ്, ബ്രെയിൻ ഫോഗ് ആണ്, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഒരു വിർച്വൽ വേൾഡിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ്. ഈ വീഡിയോ ചിലപ്പോൾ ഇപ്പൊ എന്റെ അമ്മയും കാണുന്നുണ്ടാവും. ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അമ്മ എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നേരെ ഇരുന്ന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എത്ര സമയമാണ് ഈ ഫോണിൽ നോക്കുക, വേറെ ഏതെങ്കിലും രീതിയിൽ വർക്ക് ചെയ്യാൻ നോക്കുന്നൊക്കെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഫോണിൽ നോക്കി വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ കുഞ്ഞിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? നമ്മുടെ തലയുടെ 4 ഇരട്ടി ഭാരമാണ് നമ്മുടെ ഈ പേശികൾക്ക് താങ്ങേണ്ടി വരുന്നത്. പലരും വിചാരിക്കുന്ന ഇതൊരു സാധാരണ വേദനയാണ്, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ മാസങ്ങളോളം ശരിക്കും നമ്മൾ ഇതുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ ഏകദേശം ഒരു 6 to 7 months ഈ ഒരു പെയിൻ കാരണം ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനെപ്പറ്റി അഡ്രസ്സ് ചെയ്യാതെ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാതെ പോവാന്ന് വെച്ചാൽ, ഇത് പയ്യെ നമ്മുടെ നട്ടലിനെ പോലും ബാധിക്കുന്ന ഒരു സംഭവമായി മാറും. ഇതിന്റെ പേരിൽ ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു ലൈഫിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഫോൺ എന്ന് പറയുന്നത് വളരെ നെസസറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ വേണം, പക്ഷെ അതേസമയം നമുക്ക് ഈ വേദന മാറുകയും വേണം. അതിനുള്ള ടെക്നിക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് വീട്ടിൽ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് വ്യായാമങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളിപ്പം ഓഫീസിൽ ഇരിക്കുമ്പോഴാണെങ്കിലോ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന വ്യായാമമാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. പ്രത്യേകിച്ച് നിങ്ങൾ നെക്ക് പെയിനുമായിട്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോണ് ഒരുപാട് നേരം കുനിഞ്ഞിരുന്ന് നോക്കുന്നവരാണെങ്കിലോ ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ വർക്കൗട്ടുകൾ എന്ന് ആദ്യം നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ തന്നെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. ആ വർക്കൗട്ട് ഫിനിഷ് ചെയ്യുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ നെക്കിന് നല്ലൊരു റിലാക്സേഷൻ, ഒന്ന് റിലാക്സ് ആയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും വർക്കൗട്ടിലോട്ട് പോയാലോ? ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വർക്കൗട്ട്. അപ്പൊ ഒന്നാമത്തെ വർക്കൗട്ടാണ്. നമ്മൾ നേരെ നോക്കുക, അതിനുശേഷം നമ്മുടെ കഴുത്ത് താഴോട്ടേക്ക് വെക്കുക, നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ഈ രീതിയിൽ ഒരു 10 seconds നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഈ സെയിം വർക്കൗട്ട് നമ്മൾ 2 ടൈംസും കൂടെ ചെയ്യണം. അതായത് ടോട്ടൽ 3 times നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഒന്നുകൂടെ ചെയ്താലോ? നേരെ നോക്കുക, അതിനുശേഷം നമ്മുടെ കഴുത്ത് താഴോട്ടേക്ക് കൊണ്ടുവരിക. നമ്മുടെ താടിയല് നമ്മുടെ നെഞ്ചിൽ മുട്ടണം. അതേപോലെ തന്നെ ഇവിടെ നല്ലപോലെ സ്ട്രെച്ച് നമുക്ക് കിട്ടണം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഒരു തവണയും കൂടി. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഇനി ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ തന്നെ നമ്മൾ മേലോട്ട് നോക്കിയിട്ടും ചെയ്യണം. നേരെ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ പൊസിഷൻ നേരെ ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് കണ്ണിന് സ്ട്രെയിൻ തോന്നുന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിക്കാം. വെക്കുമ്പോൾ ഇവിടെ നല്ലപോലെ നിങ്ങൾക്ക് സ്ട്രെച്ച് കിട്ടണം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. 2 ടൈംസും കൂടി ചെയ്യാനുണ്ട്. 1 2 3 4
5, 6, 7, 8, 9, 10. റിലാക്സ്. ഒരു തവണയും കൂടി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഇനി റൈറ്റിലോട്ടേക്ക്. കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ നമ്മൾ നോക്കുക, അല്ലെങ്കിൽ കണ്ണടച്ച് പിടിക്കുക. ഈ രീതിയിൽ നമ്മൾ തിരിക്കുമ്പോൾ ഈ സൈഡിൽ നമുക്ക് സ്ട്രെച്ച് ഫീൽ ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഇനി 2 തവണ ചെയ്യാനുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ മസിൽസിനൊക്കെ നല്ലപോലെ റിലാക്സേഷൻ കിട്ടുന്നുണ്ടാവും. ഇതേ വർക്കൗട്ട് നമുക്ക് ഇനി ലെഫ്റ്റിലോട്ട് നോക്കിയിട്ടും പെർഫോം ചെയ്യണം. 1, ഈ സ്ട്രെച്ച് ഇവിടെ നല്ലപോലെ നിങ്ങൾക്ക് സ്ട്രെച്ച് കിട്ടണം, എന്നാലേ നമുക്ക് ഇത് വർക്ക് ആവുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇവിടെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഇത് ഇത്രയും സ്പീഡിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. സമയം എടുത്ത് 1, 2, 3 ആ രീതിയിൽ സ്ലോ ആയിട്ട് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സൈഡ് ടേൺസ് ആണ്. ഇപ്പൊ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 1, 2, 3, 4 ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പം ഇതൊരു 20 റൗണ്ട്സ് നമ്മൾ ചെയ്യണം. അതായത് 1, 2, 3, 20 കൗണ്ട്സ് വരുന്നവരെ നിങ്ങൾ ചെയ്യുക. നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് 2 സൈഡിലും തിരിക്കുമ്പോൾ നല്ലപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. ഇനി അടുത്ത വർക്കൗട്ട് സൈഡിലോട്ട് നമുക്ക് ടിൽറ്റ് ചെയ്യാം. അതും 20 ടൈംസ് തന്നെ ചെയ്യണം. ഞാൻ ആദ്യം കാണിച്ചു തരാം. 1, 2, 3 ഇതിങ്ങനെ സ്പീഡിൽ ടപ്പ് 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 അങ്ങനെ ചെയ്യരുത്. അപ്പൊ നമ്മുടെ ഇവിടെ ഉളുക്കി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ ചെയ്യണം. റിലാക്സ് ചെയ്യാനുള്ള എക്സസൈസ് ആണ്. അപ്പൊ അത് റിലാക്സ്ഡ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 1, 2 ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യണം. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. ഇനി ലാസ്റ്റ് എക്സസൈസ് ആണ്. ഇതൊരു സ്ട്രെച്ച് ആണ്. അതായത് നമ്മുടെ കഴുത്ത് മുകളിലോട്ട് ആക്കിയിട്ട് ഒരു 20 to 30 സെക്കൻഡ്സ് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡീപ് ബ്രീത്ത് ചെയ്യുക. സ്ലോ ആയിട്ട് ഇൻഹേലർ എക്സേൽ ചെയ്യുക. ഇതിങ്ങനെ ഒരു 20 സെക്കൻഡ്സ് അല്ലെ 30 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. മൗത്ത് ക്ലോസ് ചെയ്യണം. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17,
18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. റിലാക്സ്. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഇവൺ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു വ്യായാമമാണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം, ഒരു 6 minutes ഒക്കെ എടുക്കുള്ളൂ അല്ലെ ഇത് ചെയ്യാനായിട്ട്. ഇത് ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നെക്ക് മസിൽസിന് നല്ലൊരു റിലാക്സേഷൻ, ഷോൾഡർ മസിൽസിന് റിലാക്സേഷൻ ഒക്കെ കിട്ടും. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ കൂടെ ഇപ്പൊ ചെയ്തവർക്ക് തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വീട്ടിലോ ഓഫീസിലോ ഒക്കെ ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ അങ്ങനെ വിട്ട് കളയാനുള്ള ഒരു കാര്യമല്ല. അതും ഇതിനിങ്ങനെ മെഡിക്കേഷൻ എടുത്തിട്ടൊന്നും ഒരു കാര്യം, പെയിൻ കില്ലർ മെഡിസിൻസ് എടുക്കാനേ കാര്യമുള്ളൂ. പെയിൻ കില്ലർ കഴിക്കുമ്പോൾ വേദന കുറയും. പക്ഷെ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ വേണമെങ്കിൽ ഇതുപോലെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഭാവിയിൽ ഇത് നമ്മുടെ നട്ടിലിനെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങാൻ. നമ്മുടെ കുട്ടികളൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടീനേജേഴ്സ് പ്രത്യേകിച്ച്, അവർക്കൊക്കെ ഈ എക്സസൈസ് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇത് ചെയ്യാനായിട്ട് പറയുക. കുറച്ച് സമയം വേണ്ടുള്ളൂ. ഇത് ഒരു ദിവസം ചെയ്ത് പിറ്റേന്ന് കഴുത്ത് വേദന മാറുമൊന്നുമില്ല. നിങ്ങൾക്ക് ആ സമയത്തിന് നിങ്ങൾക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. പക്ഷെ ഇതിങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ കഴുത്തിന് നല്ല റിലാക്സേഷനോ ആ പെയിനൊക്കെ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊരു മാജിക് ഒന്നും അല്ല. കണ്ടിന്യൂഷൻ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഈ ഒരു എക്സസൈസ് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കഴിയുന്നത് നമ്മുടെ ഐ ലെവലിൽ കീപ്പ് ചെയ്തിട്ട്, അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഐ ലെവലിൽ കീപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ടാബ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഒക്കെ തന്നെ നമ്മുടെ ഐ ലെവലിൽ കീപ്പ് ചെയ്തിട്ട്, അത് നമുക്ക് പിന്നെയും ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഐ ലെവലിൽ കീപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൊളീഗ്സിനും ഒക്കെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഈ ഒരു കാര്യമായിട്ട് കഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഇതിൽ നിന്ന് റിലീഫ് കിട്ടട്ടെ. ഈ ഒരു വർക്ക്ഔട്ട് അവർ ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഇതുപോലത്തെ ഹെൽത്തി ഇൻഫർമേഷൻ, ഹെൽത്തി വർക്ക്ഔട്ട്, ഹെൽത്തി ഡയറ്റ് പ്ലാൻസ് ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഹാപ്പി വൈബ്സിന്റെ ഒരു പാർട്ടായിട്ട് മാറാനായിട്ട് നോക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.